ചേച്ചി ചേച്ചി ആ നീയാ എന്തേടി കുറച്ച് പൊടിയേരി ഉണ്ടാവോ ചേച്ചി എടുക്കാൻ? ഓ എന്നാ കുറച്ച് താഴെ ചേച്ചി, ചേട്ടന് പനിയാണേ. ആണോ? ആ എന്നാ നീ നിൽക്ക്, ഞാനിപ്പോൾ എടുത്തിട്ട് വരാം. ശരി. തെങ്ങേറി മട്ടുണ്ടല്ലോ. എന്നാ ആ നീ അവനെ ഡോക്ടറെ കാണിച്ചോ? ആ കാലത്ത് തന്നെ കാണിച്ചു. എന്നിട്ട് അവിടെ നിന്ന് മരുന്നൊക്കെ കിട്ടിയോ? ആ ഗുളികെല്ലാം അവിടെ നിന്ന് തന്നെ കിട്ടി ചേച്ചി. അതേതായാലും ഭാഗ്യമായി, അതിന് വേറെ കാശ് പോയില്ലല്ലോ. ആ ആ വേറൊരു കാര്യം കേൾക്കണം ചേച്ചി. എന്താ അത്? 5 രൂപ നോട്ട് കിട്ടാനില്ലാന്ന്. അതുകൊണ്ട് OP ടിക്കറ്റ് 10 രൂപയാക്കി. ഇത് നല്ല കൂത്ത്. വീട്ടിൽ കയറിയപ്പോൾ അച്ഛനെ കണ്ടില്ല, അതുകൊണ്ട് അതുവഴി പോയ ആൾ അച്ഛാന്ന് വിളിച്ചു എന്ന് പറയണ മാതിരി ആയല്ലോ. ശരി ചേച്ചി, നല്ല കാരായി. ചേച്ചി ആ എത്തിയാ? ഇതെന്താടി നേരം വൈകിയേ? ഞാനൊരേ സിനിമ കാണാറുന്നു, അതങ്ങോട്ട് വരാൻ നേരം വൈകിയത്. എന്നിട്ട് സിനിമ എങ്ങനെയുണ്ട്? നിനക്ക് ഇഷ്ടപ്പെട്ടാ? ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ചേച്ചി. പണ്ട് ജയിച്ചിരുന്ന മഹാന്മാരില്ലേ, അവരുടെ കഥയാണ് ഇവർ സിനിമയാക്കിയിട്ടുള്ളത്. ആഹാ കൊള്ളാലോ. ശരിക്കും നടന്ന സംഭവങ്ങളെ കുറേ പേര് സിനിമയാക്കിയിട്ടുണ്ട്. എനിക്ക് ആ സിനിമ കണ്ടിട്ടേ നമ്മുടെ രാജ്യത്തോട് അഭിമാനവും സ്നേഹവും കടമയൊക്കെ തോന്നുന്നു ചേച്ചി. ചേച്ചിക്ക് അറിയോ, എൻ്റെ മുത്തച്ഛനെ പണ്ട് യുദ്ധത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ആണോ? ആണെന്നേ. എൻ്റെ മുത്തച്ഛൻ യുദ്ധത്തിലെ 100 പേരുടെ കാലൊക്കെ കൊത്തിയിട്ടുണ്ട്. അതെന്താ തല വെട്ടാത്തെ? ആ തല ആദ്യം തന്നെ ആരോ വെട്ടിയിട്ടുണ്ടായിരുന്നു. അയ്യോ എൻ്റെ കാല്. കഴുത. സോറി ചേച്ചി. ഡി ആ എണീറ്റാ? എന്നാ മോള് പോയിട്ടെ പല്ലേച്ച് കുളിച്ച് വേഗമായോ, ബ്രേക്ക്ഫാസ്റ്റ് ആയി. ഓ ആയിക്കോട്ടെ. അല്ലടി എന്താണാവോ നിന്റെ ഇത്രയും നീളമുള്ള മുടി നീ ഇങ്ങനെ സംരക്ഷിക്കണേ? അത് സിമ്പിളല്ലേ. രാവിലെ ഷാമ്പു തേച്ചിട്ട് നല്ലവണ്ണം കഴുകും. ആ അതിനുശേഷം ഫാനിൻ്റെ കാറ്റിൽ ഉണക്കും. ആ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇത് ഒരു ആണിയിൽ തൂക്കും.